ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നേ ഒരു ബ്ലൗസ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് കമൻസിൽ ചോദിച്ചിരുന്നു കേട്ടോ, എന്നാണ് 40 അളവ് ഷേപ്പ് അളവും പിന്നെ ലെങ്ത്ത് 16 ആണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ തയ്ക്കാൻ പോകുന്നത് അതാണേ. അപ്പോൾ കണ്ടോളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാനിതേ ഒരു ടോപ്പിൻ്റെ കഷ്ണമായിരുന്നു കേട്ടോ, അതിൻ്റെ വെട്ട് കഷ്ണമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി മാറ്റിയായിരുന്നു ആദ്യം, അത് നിങ്ങളെ കാണിച്ചില്ല. ഞാൻ ആദ്യം ഇത് തയ്ക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോഴാണ് അതൊക്കെ ഞാൻ വെട്ടി മാറ്റി. ടോപ്പ് തയ്ച്ചതിൻ്റെ ഒരു ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ടോ ഈ തുണി ഇവിടെ ഇരിക്കുന്നത്. ബാക്കി വെട്ട് കഷ്ണമായിരുന്നു, ഞാൻ കളഞ്ഞില്ലായിരുന്നു. കാരണം അന്ന് എടുത്ത് വെച്ചതാണ്, ഒരു ബ്ലൗസിനുള്ള തുണി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കളഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ഇത് നല്ല ഇക്കത്തിൻ്റെ കോട്ടൺ നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ടോപ്പ് ഇപ്പോൾ ചീത്തയായിട്ടോ, അത് ഇട്ടിട്ട് ചീത്തയായി. ഇപ്പോൾ ഈ തുണി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അലമാരിയിൽ. എന്നാൽ പിന്നെ അത് വെച്ചിട്ടൊരു ബ്ലൗസ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ ബ്ലൗസൊക്കെ തയ്ച്ച് വെച്ചാലും സെറ്റ് സാരിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഏതിന് വേണമെങ്കിലും ഇടാമല്ലോ. അപ്പോൾ ഈ ചൂടുകാലത്ത് ഇടാൻ പറ്റിയ ബ്ലൗസാണ് ഇത്. അപ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ലൈനിങ് പീസിൽ നിന്ന് ആദ്യം സ്ലീവ് ലൈനിങ്ങിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ സ്ലീവ് എടുക്കേണ്ട അത് ആ ക്ലിപ്പ് എവിടെയോ പോയി, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല വെട്ടിയത്. അപ്പോൾ നിങ്ങളൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഷോൾഡറിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് നമുക്ക് എന്തോരമാണോ ലെങ്ത്ത് വേണ്ടത് ആ അളവെടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് 10 ആയിരുന്നു. അപ്പോൾ എവിടെയാണോ വേണ്ടത്, അപ്പോൾ 10 ആവുമ്പോൾ ആ 10ൻ്റെ അവിടെ ചുറ്റിയിട്ടുള്ള കൈവണ്ണവും നമ്മൾ എടുക്കണം. ഏതളവാണോ നമുക്ക് വേണ്ടത് അതിന് വേണ്ട അളവും നമ്മൾ എടുക്കണം. ഒറ്റയ്ക്ക് അളവെടുക്കുന്ന പരാക്രമങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ 10ൻ്റെ അളവ് എത്രയാണോ ചുറ്റി വന്നത് അതും ഞാൻ എടുത്ത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ റിഗാൾ ഇത് ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നീളം 10, കൈവണ്ണം അവിടുത്തെ അളവ്, താഴെ ചുറ്റിയുള്ള 10ൻ്റെ അളവ് അതെടുത്തു. പിന്നെ ഈ ഞാനിപ്പോൾ കാണിക്കുന്ന നടുക്ക് കാണിക്കുന്നില്ല, സെൻറ്ററിൽ അവിടെ ഒരു അളവ് എടുക്കണം കേട്ടോ. അവിടുത്തെ ലെങ്ത്ത് നമ്മൾ നോക്കണം, മേളിൽ നിന്ന് താഴെ വരെ. എന്നിട്ട് അവിടെ ചുറ്റിയും ആ അളവും മാർക്ക് ചെയ്യണം കേട്ടോ കൈ തയ്ക്കുമ്പോൾ. മേളിലും താഴെ മാത്രമല്ല നടുക്കും നോക്കണേ, അപ്പോൾ കൈ നല്ല ഷേപ്പായിട്ട് കിട്ടും. പിന്നെ റിഗാളിൻ്റെ അളവും നോക്കിയിട്ടാണ് കൈ കട്ട് ചെയ്ത് പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അതവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ലൈനിങ് ആണ് കേട്ടോ അത് ആദ്യം കട്ട് ചെയ്തത്. അപ്പോൾ ലൈനിങ് തുണിയിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് ചെയ്യാവേ, ആരും പേടിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് അളവുകളൊക്കെ കിട്ടും. ബ്ലൗസ് തയ്ക്കാനായിട്ട് എല്ലാവർക്കും ഒരു ഭയപ്പാടായിരിക്കും, അയ്യോ ഇതെങ്ങനെയാവും. ഒന്നുമില്ല, നമ്മളിപ്പോൾ 16 അളവെടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷോൾഡർ നമുക്കറിയില്ല, ലെങ്ത്ത് നമ്മൾ 16 എടുത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 16 ലെങ്ത്ത് വേണമെങ്കിൽ +1 17 എടുത്തിട്ടാണ് നമ്മളിപ്പോൾ അവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയത് കേട്ടോ. 16 ലെങ്ത്ത് വേണമെങ്കിൽ ഒന്നും കൂടി കൂട്ടി 17 എടുത്താണ് അടയാളപ്പെടുത്തിയത്. 1/2 ഇഞ്ച് സീം അലവൻസ് പോവും. സ്വിങ് അലവൻസ് ഇട്ട് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. അപ്പോൾ ഷോൾഡർ കണ്ടുപിടിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഞാൻ ചുരിദാറിൽ പറഞ്ഞു തന്നിരുന്നു, എത്രയാണോ നമ്മുടെ അണ്ടർആമിൻ്റെ അവിടെ താഴെ ഷേപ്പ് അളവ് അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ബ്ലൗസിൽ അങ്ങനെയല്ല, ഒന്നൊന്നും കൂട്ടണ്ട. നമുക്ക് ബ്ലൗസ് എന്ന് പറയണത് ലൂസൊന്നും വേണ്ടല്ലോ, കറക്റ്റ് ഫിറ്റാണ്. അപ്പം നമ്മൾക്ക് 40, എൻ്റെ ഷേപ്പ് അളവെന്ന് പറയണത് 40 ആണ്. അപ്പം 40 / 6 അത് ചെയ്യുമ്പോൾ നമുക്ക് 6.6 ആണ് കിട്ടിയത്. അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് വേണം ബ്ലൗസിന് എടുക്കാൻ കേട്ടോ. അപ്പോൾ 5.6 എടുത്തിട്ട് ഷോൾഡർ എടുത്തു. കാരണം ബ്ലൗസ് നമ്മൾ ഡീപ്പായിട്ട് ഇറക്കുന്നുണ്ട് താഴേക്ക്, അപ്പോൾ 1 മൈനസ് ചെയ്തിട്ട് വേണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഷേപ്പ് അളവിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഷോൾഡർ കണ്ടുപിടിക്കാൻ / 6 -1 ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടും. കാരണം ബാക്ക് നെക്ക് നമ്മളൊരു 8-8.5 വരെയൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൈനസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഷോൾഡറിൽ നിന്ന് ഇറങ്ങിപ്പോരും. ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തള്ളേണ്ടത് കണ്ടുപിടിക്കേണ്ടത് 40 / 26 ചെയ്യുമ്പോൾ +1 കൂട്ടണ്ട കേട്ടോ, നമ്മൾ ബ്ലൗസിൽ കൂട്ടത്തില്ല. 40 / 26 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1.5 കിട്ടും. അതാണ് അവിടെ തള്ളിയിട്ട് കൈക്കുഴിയുടെ അളവ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ ഷേപ്പ് അളവ് ഞാൻ 10 അടയാളപ്പെടുത്തി. പിന്നെ താഴത്ത് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ
16ൻ്റെ അവിടെ ചുറ്റി വരുമ്പോൾ, അതായത് ഷോൾഡറിൽ നിന്ന് നമ്മൾ താഴേക്ക് 16 വെച്ചിട്ട് 16ൽ നമുക്ക് ചുറ്റി നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത്, 35 ആണെന്ന് തോന്നുന്നു, ആ അളവാണ് നമ്മൾ താഴെ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ 4/1 വേണം എടുക്കാൻ. കാരണം ബാക്കും ഫ്രണ്ടും പകുതി പകുതി. ഇപ്പം 40 ആണെങ്കിൽ പകുതി 20ൽ ബാക്കും വേണം, 20ൽ ഫ്രണ്ടും വേണം ഷേപ്പ് അളവ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി ഒന്നുകൂടി തുണി മടക്കിയിടുമല്ലോ, അപ്പോൾ അതിൻ്റെ പകുതി വേണം ബാക്ക് അളവ് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ബാക്കിൽ 8.25 താഴെ എടുത്തിട്ട് പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസ് എല്ലാവരും കൊടുക്കണേ. അത് വിട്ടിട്ട് 1.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തത്. അത് വിട്ടിട്ട് നമ്മൾ ആ ബാക്ക് കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ അളവ് മാത്രം കിട്ടിയാൽ മതി കേട്ടോ. ബ്ലൗസ് ഫ്രണ്ടിലെ അളവ് നിങ്ങൾ നോക്കിയേ വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ബാക്ക് ലെങ്ത്ത് എടുക്കുക, പിന്നെ ഷോൾഡറിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ /6 ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1/26 ചെയ്യുമ്പോൾ കൈക്കുഴി കിട്ടും. എന്നിട്ട് ബാക്ക് നെക്ക് അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് നമ്മളിതിന് ബാക്ക് നെക്കാണ് അടയാളപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഞാനിത് സാധാ ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്രോസ് പീസിൽ ചെയ്തെടുക്കാം. അന്ന് നമ്മൾ തുണി അടിച്ച് മറിച്ചാണ് ഞാൻ ഒരെണ്ണം കാണിച്ചു തന്നത്. ഇതിപ്പോൾ ഞാൻ ക്രോസ് പീസിലാണ് ബ്ലൗസ് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ സാധാ ഒരു റൗണ്ട് നെക്കാണ് ഇതിൽ തയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 8.5 ഇഞ്ച് താഴേക്ക് ഡീപ്പ് എടുത്തിട്ടുണ്ട്. ഷോൾഡർ ലെവൽ ഒരു 2.25 അകലം എന്തായാലും വരും കേട്ടോ. കാരണം എനിക്ക് നല്ല ഇച്ചിരി വൈഡായിട്ട് വേണം, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതിൻ്റെ അണ്ടർആമിൻ്റെ അളവൊക്കെ നോട്ട് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ചരിച്ചൊന്ന് പതിയെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കഴുത്ത് ഇറക്കം ഡീപ്പാവുമ്പോഴേ നമുക്ക് ഷോൾഡറിൽ നിന്നൊന്നും വിട്ടു പോരരുത്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ബാക്ക് അളവ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ലൈനിങ്ങിൽ ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. അപ്പോൾ ആരും പേടിയില്ലാണ്ട് പെട്ടെന്ന് എല്ലാവരും ആരും പേടിക്കണ്ട കേട്ടോ. കാരണം ഇത് നല്ല തുണിയല്ല. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ്ങിൽ ഒന്ന് നമുക്ക് വെട്ടുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ലൈനിങ് അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ അതങ്ങ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ അളവ് ഞാൻ ഒന്നും എടുത്ത് കാണിച്ചു തന്നിട്ടില്ല. നിങ്ങൾ ബാക്ക് അളവ് മാത്രം മതി. ബ്ലൗസ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇത്തിരി ഓൾട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടാറുണ്ട്. നമ്മൾ ആദ്യം ഒരെണ്ണം തയ്ക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുമല്ലോ, തയ്ച്ച് നോക്കുമ്പോൾ അടുത്തതിൽ എന്താ ശരിയാക്കേണ്ടതെന്ന്. അങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ അളവ് നമുക്ക് കാണാപ്പാടായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ആ ബാക്ക് പീസ് എടുത്തിട്ട് ആ തുണിയിലേക്ക് വെച്ചു. ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴേക്ക് 1 ഇഞ്ച് കൂടുതലിടണം. കാരണം ഫ്രണ്ടിലൊരു കട്ടിങ് പീസ് വരും. അപ്പോൾ അവിടെ നമ്മൾ അരയിഞ്ചൊക്കെ പോകുമല്ലോ. അപ്പം നമ്മൾ താഴേക്ക് ഒരു 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് 8.5 വരെ ഇറക്കി ആരും ചെയ്യരുത് കേട്ടോ. 6.5 എടുത്തിട്ടുള്ളൂ. ആ ഫ്രണ്ട് നെക്ക് ഞാൻ കാണിച്ചു തരാം. ബാക്കി നമ്മൾ അത് വെച്ചിട്ട് അതേപോലെ തന്നെ ചുറ്റിനും അങ്ങ് വരച്ചിട്ടു. ഇപ്പം ഞാൻ ആ തുണി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ബാക്ക് അളവ് മാത്രം പറയുന്നുള്ളേ, ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇനി അത് വരച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തുവാണ് കേട്ടോ. ഫ്രണ്ട് നെക്ക് ഞാനൊരു 6.5 ഡീപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതേ ഷോൾഡർ ലെവൽ നെക്ക് അതൊക്കെ ബാക്കിൻ്റെ തന്നെ എടുത്ത് 6.5 ഡീപ്പ് കൊടുത്തു. എന്നിട്ട് നമ്മൾ കട്ടിങ് പീസ് ഞാനൊരു 2.5 സെൻറ്ററിൽ വന്നെ, അപ്പോൾ 3.5 എടുത്തു. സൈഡിൽ 2, 3, 3. അപ്പോൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് 4, 4 രണ്ട് സൈഡിലും കൊടുത്തിട്ട് ഞാൻ ആ കട്ടിങ് പീസിൻ്റെ ഷേപ്പും കൂടി വരക്കുവാണ് കേട്ടോ. കണ്ടോ? ആ കട്ടിങ് പീസിൻ്റെ ഷേപ്പും കൂടി ഞാൻ വരച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇനിയിപ്പോൾ എന്നോട് കഴിഞ്ഞതിൽ ആരോ ചോദിച്ചിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ സ്വിങ് അലവൻസ് ഒന്നും ഇടണ്ടേന്ന്. ബാക്കിലിട്ടുന്ന സ്വിങ് അലവൻസിൻ്റെ അറ്റം വെച്ച് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് വിട്ട് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ 1.5 ഇഞ്ച് ഇട്ടില്ലേ, അതിൻ്റെ അറ്റം വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് ഇടാൻ പോകുന്നതുണ്ടല്ലോ, നമ്മൾ ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ താഴെ ടക്കിൻ്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യൂലേ, താഴത്തെ ടക്കിൻ്റെ അവിടെ മെയിൻ ടക്കിൻ്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യൂലേ, അത് 1.5, 2 നമ്മൾ ചെയ്യില്ലേ, അത് ഓരോരുത്തരുടെ എത്രയാണോ അത്ര ഇഞ്ച് അവിടെ ഒന്ന് കൂട്ടിയെടുക്കണം. അപ്പോൾ ശരിക്കും 1.5 ഇഞ്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2.5 ഇഞ്ചോളം എടുത്തിട്ട് ഞാനതങ്ങ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കണ്ടോ അവിടെ കൂട്ടി. മേലിൽ കൂട്ടുന്നില്ല കേട്ടോ. അവിടെ തയ്യൽ തുമ്പ് നമ്മൾ ബാക്കിൻ്റെ ഇട്ട 1.5 ഇഞ്ച് ഉണ്ട്,
താഴെ അങ്ങ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിയത് ആ ടക്ക് പോയിൻറ്റിൻ്റെ അവിടെ പിടിക്കുന്ന അളവാണ് നമ്മൾ പുറത്തേക്ക് ഇട്ടത്. ഇനി നമ്മൾ ആ എല്ലാ ടക്കും ഒന്ന് മാർക്ക് ചെയ്യുവാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായാലോ, ആ മെയിൻ ടക്കിൻ്റെ ആ പിടിക്കുന്ന ഭാഗമാണ് നമ്മൾ മുകളിൽ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സ്വിങ് അലവൻസും നമുക്ക് ബാക്ക് അളവിൽ എടുത്തത് തന്നെ ഫ്രണ്ടിനും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത് കേട്ടോ. അപ്പോൾ നമ്മളിനി അത് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ടിൻ്റെ കട്ടിങ് പീസ് വേറെ, ബാക്കിൻ്റെ കട്ടിങ് പീസ് വേറെ, ഫ്രണ്ട് വേറെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഫ്രണ്ടിൽ ഞാൻ അളവൊന്നും പറഞ്ഞിട്ടില്ല, ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഞാൻ ഒരു വീഡിയോയിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഫ്രണ്ട് അളവ് പറയാണ്ട് ഇങ്ങനെ ചെയ്തു തരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കിക്കേ. നിങ്ങൾ കുറച്ച് തയ്ക്കാൻ അറിയാവുന്നവരും പിന്നെ തയ്ക്കാൻ മാത്രം അറിയാം, കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നൊക്കെ ചിലവരുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കും മറ്റുള്ളവർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്, പക്ഷേ കട്ടിങ് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ ഈ വീഡിയോ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. കാരണം ഞാൻ ഫ്രണ്ടിൽ അളവൊന്നും പറഞ്ഞിട്ടില്ലേ. അപ്പം നമ്മൾ അതും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് കിട്ടി, ബാക്ക് കിട്ടി, കട്ടിങ് പീസ് കിട്ടി, സ്ലീവ് കിട്ടി. ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഇനി ഇത് വെച്ചിട്ട് നല്ല തുണിയിലേക്ക് അങ്ങ് കട്ട് ചെയ്താൽ മതി. ആരും ടെൻഷൻ ആകണ്ട. ബ്ലൗസ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ടെൻഷൻ, അയ്യോ ബ്ലൗസ് കട്ടിങ്ങോ, എനിക്ക് പേടിയാന്ന് പറയും. ചിലപ്പോൾ നന്നായിട്ടൊക്കെ തയ്ക്കുന്നവരായിരിക്കും, ഇപ്പോൾ കടകളിലൊക്കെ പോയി തയ്ക്കുന്നവരെ. പക്ഷേ കട്ടിങ് മാസ്റ്റർ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും തയ്ച്ചെടുക്കുന്നത്. വെട്ടാനായിട്ട് പേടിയായിരിക്കും. ഇത് ഇത്രയേ ഉള്ളൂ കാര്യം, ആരും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ബ്ലൗസ് നമുക്ക് തന്നെ തയ്ച്ചു കൊടുക്കാമല്ലോ. ഒരു ബ്ലൗസ് തയ്ക്കണതിന് എത്ര രൂപയാണ്? തുണി, നല്ല തുണി നമ്മൾ 4ആക്കി മടക്കിയിട്ടിട്ട് അതേ അളവിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ, ലൈനിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതേ അളവിൽ കൈവെട്ടി മാറ്റി. ഇനി നമുക്ക് ഇതിലൊന്നും നമ്മൾ അളവ് നോക്കണ്ട കേട്ടോ. ഇപ്പോൾ വെച്ച് വെട്ടുന്നതിൽ ആ ഷേപ്പിൽ അങ്ങ് വെച്ച് വെട്ടിയാൽ മതി. അപ്പം ബാക്ക് വെച്ചിട്ടോ, അപ്പോൾ ഫ്രണ്ട് വെക്കാൻ അവിടെ കിട്ടില്ല. കണ്ടോ, അവിടെ കിട്ടില്ല, തുണി കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്രണ്ട് നമ്മൾ ഹുക്സിൻ്റെ ഭാഗമൊക്കെ നമ്മൾ തുറന്നിരിക്കുന്ന വശം വന്നാൽ മതിയല്ലോ. അപ്പം നമ്മൾ ആ എവിടെയെങ്കിലും വെച്ചങ്ങ് കൊടുക്കാം. കണ്ടോ, കൈ വെട്ടിക്കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗം കൈയാണ്. അതിന് പീസും ജോയിൻ്റൊന്നും വരരുത്. അപ്പോൾ അത് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിലും ജോയിൻ്റൊന്നും വരരുത്, ബാക്ക് കാണുന്ന വശമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ജോയിൻ്റൊക്കെ വരുത്തണമെങ്കിൽ ഫ്രണ്ടിൽ വരുത്താം, കാണാത്ത വശത്തൊക്കെ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കാരണം ഉക്സിൻ്റെ ഭാഗം തുറന്നിരിക്കുന്നത്, അവിടെ തുറന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് അങ്ങ് വെട്ടി മാറ്റി, ഇനി ഫ്രണ്ടും വെട്ടി മാറ്റണം. ഇത്രേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ബാക്ക് വെട്ടിയെടുത്തു. ഇനി ഫ്രണ്ടും അതുപോലെ നമ്മൾ വെട്ടിയെടുക്കാൻ പോവുകയാണ് നല്ല തുണിയിൽ. തുണി കുറച്ച് കൂടുതലിട്ടാണ് കേട്ടോ സൈഡൊക്കെ വെട്ടുന്നത്. കാരണം നമുക്കത് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ച് കഴിഞ്ഞ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വശമൊക്കെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കട്ടിങ് പീസാണ്. കട്ടിങ് പീസിൻ്റെ ലൈനിങ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, അത് വെച്ചിട്ട് നല്ല തുണിയിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കട്ടിങ് പീസ് തയ്ക്കുമ്പോഴേ നമുക്ക് ഈ പ്രാവശ്യം ഒരു സ്റ്റിഫ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ആ രീതി ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ സ്റ്റിഫും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ആ നല്ല തുണിയുടെ ഇടയ്ക്ക് വെക്കില്ലേ, അപ്പോൾ അവിടെ ഒരു സ്റ്റിഫ് വെച്ച് കൊടുത്ത് അങ്ങ് അടിച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് തേച്ചെടുത്താലും മതി. അപ്പോൾ അതവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് ഒരു ലൈനിങ് പീസും കൂടി വേണം കേട്ടോ അടിച്ച് മറിക്കാനായിട്ട്. അപ്പം ഞാൻ അതും കൂടി, നമ്മുടെ ലൈനിങ് പീസിൽ വെട്ട് കഷ്ണങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് വേണം നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നല്ല തുണിയിലുണ്ടാവും. അപ്പോൾ എവിടെ നിന്നാണോ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കാം നമുക്ക് ഈ പീസുകളൊക്കെ. ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ്. ഞാൻ കഴുത്ത് അടിച്ച് മറിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. ബ്ലൗസ് എപ്പോഴും ക്രോസ് പീസിലൊക്കെ റൗണ്ട് നെക്കൊക്കെ ആണെങ്കിൽ ക്രോസ് പീസ് ചെയ്യണം, അല്ലെങ്കിൽ വെട്ടി കീറിപ്പോവും. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ക്രോസ് പീസ് അല്ലെങ്കിൽ വേറൊരു പീസ്, ഏത് മോഡൽ നെക്കാണെങ്കിലും സ്റ്റിഫിലൊക്കെ ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അതിൽ തന്നെ അടിച്ച് മറിച്ചെന്നാലുണ്ടല്ലോ എളുപ്പത്തിന്. ബ്ലൗസ് ചിലവരുടെ ആ ഭാഗം വെച്ചിട്ടേ ഇത്തിരി ടൈറ്റൊക്കെ ആയപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കുനിയൊക്കെ ചെയ്യുമ്പോൾ വെട്ടി കീറി പോകാൻ സാധ്യതയുണ്ട് കഴുത്ത് ഭാഗം. അതുകൊണ്ട് നമ്മളെപ്പോഴും
കഴുത്ത് ക്രോസ് പീസിലോ സ്റ്റിഫിലോ ഒക്കെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോവില്ല. അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്താണെന്നോ, 1.5 ഇഞ്ച് വീതിയിൽ പടി തയ്ക്കാനുള്ള, അതായത് നമുക്ക് ഐ വെക്കണമല്ലോ, അതിന് വേണ്ടി ഹുക്സ് ഇടാനുള്ള ലൂപ്പ് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പടിയാണ്. ഇനി ഞാനൊരു ഹുക്സ് പടിയും കൂടി വെട്ടിയെടുക്കുന്നുണ്ട്. അത് 1 ഇഞ്ച് വീതി മതി കേട്ടോ. കണ്ടോ? അപ്പം നമ്മൾ ഐപ്പടി വെട്ടുമ്പോൾ നല്ല തുണി എടുക്കണം കേട്ടോ എപ്പോഴും. അത് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസാണ്. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ കഴുത്തടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്രോസ് പീസ് നമ്മുടെ ലൈനിങ് പീസിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ. ഇനി നമ്മളൊരു കാര്യം മറന്നു കേട്ടോ, ബ്ലൗസിൻ്റെ ബാക്ക് അളവിൽ നമുക്ക് അടിച്ച് മറിക്കണം ഒരു തുണി വേണം. അതിന് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ, അല്ല 1.5 ഇഞ്ച് വീതിയിൽ 1/2 ഇഞ്ച് മടക്കി തയ്ക്കണമല്ലോ, അതും വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ അളവും കിട്ടി. ബാക്ക് കിട്ടി, ബാക്ക് അളവ് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളേ, ഫ്രണ്ടിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് കിട്ടി, പിന്നെ സ്ലീവ് കിട്ടി, ഫ്രണ്ടിൻ്റെ കട്ടിങ് കിട്ടി, ക്രോസ് പീസ് കിട്ടി, പടി തയ്ക്കാനുള്ള കിട്ടി, 2 പടി തയ്ക്കാനുള്ളതും കിട്ടി, ക്രോസ് പീസും കിട്ടി, പിന്നെ ബാക്കിൽ അടിച്ചു പറിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇത്രയും കാര്യം ഉണ്ടായ ബ്ലൗസ് പെട്ടെന്ന് തയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കയറുവാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം കൈയാണ് എടുക്കുന്നത്. കൈ ഒന്നുമില്ല, നല്ല തുണിയിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ട് അടിച്ച് മറിച്ച് എടുക്കണം നമ്മൾ. അത്രയേ ഉള്ളൂ. ഇത് കണ്ട, നല്ല വശത്തേക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുക്കും. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ അതങ്ങ് കട്ട് ചെയ്തെടുക്കും, തയ്ച്ചെടുക്കും. എന്നിട്ടത് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് നമ്മളിനി പതിച്ചടിക്കുന്നത് ലൈനിങ് പീസിലാണ്. നല്ല തുണിയിൽ അടി വരരുത്. പിന്നെ ബ്ലൗസിന് ഒരടിപ്പ് പോലും പുറത്ത് കാണില്ല. ആകെ കാണുന്നത് ഹെമ്മിങ് ആണ്. അതും ഭയങ്കര നാരോ ആയിട്ട് ഹെമ്മിങ്ങും കാണുള്ളൂ. അതാണ് ബ്ലൗസിൻ്റെ ഭംഗി. കണ്ടോ? ഇപ്പോൾ ലൈനിങ് നമ്മൾ ഒരടി പതിച്ചടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ചിലവരുടെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ലൈനിങ് ഇങ്ങനെ തൂങ്ങി ഇറങ്ങി താഴേക്ക് വരും. അത് വരാതിരിക്കാനായിട്ടുണ്ടല്ലോ, നമ്മൾ ലൈനിങ് അടിച്ചു കഴിഞ്ഞ് 1/2 ഇഞ്ച് മുകളിലോട്ടിട്ട് വീണ്ടും ഒന്ന് ആ ലൈനിങ്ങിൽ തന്നെ നമ്മൾ അടിച്ച ആ തയ്യൽത്തുമ്പിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി ഒന്ന് മുകളിലേക്ക് അടിച്ചു കൊടുത്താലുണ്ടല്ലോ, അതങ്ങനെ ഇറങ്ങി വരില്ല ലൈനിങ്. അഥവാ കുടുങ്ങി വന്നാലും അകത്ത് തന്നെ നിന്നോളും, താഴേക്ക് വരില്ല. അതിനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ബാക്ക് തയ്ക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല, നല്ല തുണിയുടെ അകത്തെ വശത്തേക്ക് ഈ ലൈനിങ് തുണി അങ്ങ് അടിച്ച് പതിപ്പിച്ച് വെക്കുക. അത്രയേ ഉള്ളൂ. വേറെ ഒരു ജോലിയില്ല ഇതിൽ, പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പം നമ്മൾ ആ നല്ല തുണിയിലേക്ക് അത് മറിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ, നേരെ അകത്തേക്ക് ആ ലൈനിങ് ഒന്ന് 4 വശവും അടിച്ചിട്ട് നെക്ക് പോർഷനും എല്ലാം ചുറ്റിനും അടിച്ചെടുത്തിട്ട് നമ്മൾ ആ ബാക്കിയുള്ള നല്ല തുണിയുടെ പീസ്, ലൈനിങ് തുണി ഒന്നും കട്ടായി പോകരുത്, അത് നമ്മൾ കൃത്യമായിട്ടാണ് വെട്ടിയിരിക്കുന്നത്. ബാക്കി നീണ്ടു നിൽക്കുന്ന നല്ല തുണിയുടെ വശങ്ങളാണ് നമ്മളിപ്പോൾ വെട്ടിയെടുക്കുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ബാക്ക്, ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബാക്കിൽ പടി വെക്കണം, താഴെയുള്ളത് വെക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പീസ് എടുക്കണം. എന്നിട്ട് അത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് 2 പീസായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്യണം. കണ്ടോ? സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആ സൈഡ് നമ്മളവിടെ ഒന്ന് പതിയെ ഒരു ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് അകത്ത് കണ്ടോ, ഇങ്ങനെ ഒന്ന് അരികൊന്ന് അടിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അരികൊന്ന് പതിയെ അടിച്ചെടുക്കണേ. അതിൻ്റെ അരികു വശവും കൂടി ഒന്ന് വേഗം ഒന്നൊന്ന് അടിച്ചെടുക്കുവാണ്. കണ്ടോ? എന്നിട്ട് അത് നല്ല വശത്തേക്ക് ഇട്ടിട്ട് അടിപ്പോന് ഭാഗമൊപ്പം അകത്തേക്ക് പോകും. കണ്ട, നല്ല വശവും ചേർത്തങ്ങ് വെച്ചിട്ട് നമ്മൾ അതും ഒന്ന് അടിച്ചു കൊടുക്കും 1/2 ഇഞ്ച് വീതിയിൽ. എന്നിട്ട് നമ്മളിത് മറിച്ചിട്ടിട്ട് ലൈനിങ് പതിച്ച് ഒരടിയും കൂടി കൊടുക്കണം. ഈ അടിപ്പെല്ലാം വരുന്നത് ലൈനിങ്ങിലാണ്. കണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞു. ബാക്ക് ഇത്രേ ഉള്ളൂ തയ്ക്കാൻ. അതങ്ങ് കഴിഞ്ഞ് മാറ്റി വെക്കുക. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ കൈയും തയ്ച്ചു, ബാക്കും തയ്ച്ചു. ഇനി ഫ്രണ്ട് എടുത്തിട്ട്
ഫ്രണ്ടും ഇതുപോലെ തന്നെ നല്ല തുണിയുടെ അകത്ത വശത്തേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ലൈനിങ് തുണി വെച്ച് ഇപ്പം നമ്മൾ ബാക്ക് പതിച്ച് ചെയ്തില്ലേ അതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ് ഞാൻ എടുത്തപ്പോഴേ ലൈനിങ്ങിൻ്റെ ആ സെൻറ്റർ പോർഷൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് തുറന്നു കൊടുക്കണേ. നമ്മൾ കട്ട് ചെയ്തപ്പോൾ അരികിൽ വെച്ചാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്. കണ്ടോ, സെൻട്രൽ പോർഷൻ ഒന്ന് പതിയെ തുറന്നു കൊടുത്തിട്ട് നമ്മൾ ആ ലൈനിങ്ങും കൂടി അതിലേക്ക് വെച്ച് പതിപ്പിച്ച് അങ്ങ് ചുറ്റിനും അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല തുണിയുടെ വശങ്ങളൊക്കെ നീണ്ടു വന്നേക്കുന്നതൊക്കെ നമ്മൾ ആ അടുപ്പിൻ്റെ ഇപ്പുറം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റും. അത്രേ ഉള്ളൂ. പക്ഷേ ഇതിന് മുമ്പ് എല്ലാവരും ഇനി ഇതൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അയണിങ് ആണ് ഏറ്റവും നമ്മൾ തയ്ച്ചത് എന്താണോ അതിന് വൃത്തിയാക്കുന്നത് നമ്മുടെ അയണിങ് ആണ്. അപ്പോൾ അയൺ ചെയ്യാൻ എല്ലാവരും മറന്നു പോകരുത്, മടിയും വിചാരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും അടിച്ച് പതിച്ച് തയ്ച്ച് വെക്കുവാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത പണി നമ്മൾ ടക്കൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ടക്കെല്ലാം കൂടി നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ കട്ട് ചെയ്തപ്പോൾ പറഞ്ഞു നമ്മളിപ്പോൾ ഈ എടുക്കുന്ന മെയിൻ ടക്കില്ലേ, കണ്ടോ ഈ മെയിൻ ടക്കില്ലേ, ആ ടക്ക് ചിലവർക്ക് 1.5 എടുക്കും, 2 എടുക്കും, അങ്ങനെ അങ്ങ് പോകും. അപ്പം ഞാനിപ്പോൾ എടുത്തത് 1.5 അളവാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ആ ട്രയാങ്കിൾ പോലത്തെ അപ്പുറത്തേക്ക് ചെയ്ത് കൊടുത്തതെന്നാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത്. കണ്ടോ, അവിടെ പിടിക്കുന്ന തുണി അങ്ങനെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനം തുണി എത്താതെ വരും ബാക്ക് പീസുമായിട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ തുണി എടുത്തത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഫ്രണ്ട് അളവ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ച് ബാക്ക് അളവ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ടക്കെല്ലാം അടിച്ചു കഴിഞ്ഞു, നമ്മൾ കട്ടിങ് പീസും എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആ കട്ടിങ് പീസിൻ്റെ ചുറ്റിനും ഞാൻ അടിച്ചെടുത്തു. അപ്പോൾ ടക്കൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് കട്ടിങ് പീസ് അതുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ പോവുകയാണേ. എല്ലാവരും ഒന്ന് കണ്ടോണേ. കണ്ടോ, അപ്പം അവിടെ നീണ്ടിരിക്കുന്ന വശം കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് കളയണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 1.5 ഇഞ്ചിന് ഞാൻ കട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ ഇത്തിരി അധികം കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് എടുത്താൽ മതി, അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം കുറഞ്ഞു പോകരുത്, നമ്മളൊരു ഇത്തിരി കൂട്ടിയൊക്കെ പിടിച്ചിട്ട് പിന്നെ കുറഞ്ഞു പോകരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൂടുതൽ എടുത്തത്. അതൊന്ന് ലെവൽ ചെയ്ത് ബാക്കി വരുന്ന വശം ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കണ്ടോ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ അവിടെ പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഇപ്പുറത്തെ വശത്തും നേരെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണ്ട, എല്ലാവരും തയ്ക്കണതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് കഴിയും. ബ്ലൗസ് കട്ട് ചെയ്യാൻ മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ, തയ്ക്കാൻ ഒരു പാടുമില്ല, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇപ്പുറത്തേക്ക് നീണ്ടിരുന്ന വശം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമ്മൾ തയ്ച്ച് വരുമ്പോഴേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കട്ടിങ് പീസിൻ്റെ 2 വശവും ഒരേ ഇതിലായിരിക്കണം കേട്ടോ. പോയിൻ്റ് കയറി ഇറങ്ങിയൊന്നും പോകരുത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ടിങ്ങനെ ഒപ്പം പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വശം നീണ്ട ഒരു വശം ചെറുതായി ഒന്നും ഇരിക്കരുത്, നേരെ ആക്കണം. അപ്പം ഈ സമയത്ത് നേരെ ആക്കിയിട്ട് നമ്മളത് ഒന്നുകൂടി ലെവൽ ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ചരിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്ക് ഇറങ്ങി പോകാതിരിക്കാനാണ്. കണ്ട, അത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ നെക്ക് ഷോൾഡറിൽ നിന്ന് ലൂസായി പോകും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നേരെയാക്കി വെച്ചാൽ കഴുത്തിൻ്റെ അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. നമുക്ക് ഷോൾഡറിൽ നിന്നൊന്നും ഇറങ്ങി പോരില്ല. ഇനി ഞാൻ ഹുക്ക് പടിയാണ് വെക്കാൻ പോകുന്നത്. അത് 1 ഇഞ്ച് വീതിയിൽ നമ്മൾ വെട്ടിയെടുത്ത തുണിയില്ലേ മടക്കിയിട്ടിട്ട് ആണ് കേട്ടോ 1 ഇഞ്ച് വീതി കൊടുത്തത്. 2 ഇഞ്ച് വീതിയുള്ള തുണി മടക്കിയിട്ടിട്ട് അത് നമ്മൾ നല്ല തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് അകത്തേക്കാണുള്ളത് കൊടുക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ അടിച്ചു. ഇനി ഹുക്ക് പടി അടിക്കുന്നത് നിങ്ങൾ നോക്കിയേ, അയിപ്പടി അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുണി അകത്തെ വശത്തിട്ടിട്ട് പുറത്തേക്കാണ് അയിപ്പടി എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഒന്ന് നോക്കി ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ അത്രയും മനസ്സിലാവില്ല, ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങളങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, അപ്പം നമ്മൾ ആ പടി എല്ലാവരും ഈ ഐയൊക്കെ വെക്കുന്ന പടിയുണ്ടല്ലോ, ലൂപ്പൊക്കെ വെക്കുന്നത്, അത് നല്ല തുണിയുടെ തന്നെ എടുക്കണം, ലൈനിങ് പീസ് എടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വെച്ച് വരുമ്പോൾ അത് പുറത്ത് കാണുന്നതാണല്ലോ, ഇങ്ങനെ
അപ്പോൾ അതൊരു വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തുണി കിട്ടിയില്ല എന്നും പറഞ്ഞാൽ അവിടെ ലൈനിങ് പീസ് ഇടുമ്പോൾ കാണത്തില്ലെങ്കിലും ബ്ലൗസിൻ്റെ വൃത്തി ഒരു നോട്ടം ഉണ്ടല്ലോ നമ്മൾ ഇടുന്നതിനും. അപ്പോൾ അത് കണ്ട അവിടെ ആ ലൈനിങ് പീസാണ് വെച്ചെങ്കിൽ വൃത്തികേടാവില്ലേ. അപ്പോൾ അവിടെ നല്ല തുണി തന്നെ എടുത്ത് വെക്കണം. എന്നിട്ട് ഹുക്ക് പടിയുടെ അത് നമ്മൾ അകത്തേക്ക് അടിച്ച് വെച്ചിട്ട് 2 പടി അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വെച്ചിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് നോക്കണം എല്ലാ ഭാഗവും ഒപ്പമായി കിട്ടിയോന്ന്. ഉണ്ട് ആ കട്ടിങ്ങിൻ്റെ അവിടെയും ഉണ്ട്. ഞാൻ ഓരോ ഭാഗങ്ങൾ കാണിക്കുന്ന വശങ്ങൾ നിങ്ങൾ നോക്കി അടിപ്പൊക്കെ എല്ലാം കൃത്യമായിട്ട് കിട്ടി. കഴുത്തൊക്കെ നല്ല ഒപ്പം വന്നിട്ടുണ്ടോയെന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതാണ് ബ്ലൗസിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഒപ്പമായിട്ട് കിട്ടണം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും സാരിയുടെ ഭാഗത്ത് മറയിൽ വന്നു പോകുന്ന ഭാഗങ്ങളാണ്. എന്നാലും ഒറ്റ നോട്ടത്തിൽ അതൊക്കെ ഒന്ന് പെർഫെക്റ്റായിട്ട് ഇരിക്കണം. നമുക്ക് ബ്ലൗസ് നമ്മൾ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ കാണുമല്ലോ, അപ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടേ. നമ്മുടെ തയ്യലൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഇരിക്കണ്ടേ. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നിവർത്തിയിട്ടിട്ട് നമ്മൾ അതിലേക്ക് എന്താണ് ക്രോസ് പീസ് വെച്ച് കഴുത്തൊന്ന് മറിച്ചടിക്കണം. അപ്പം ഞാൻ ക്രോസ് പീസ് നല്ല വശത്ത് വെച്ചിട്ട് അകത്തേക്ക് ഒന്ന് മറിച്ച് നല്ല വശത്ത് വെച്ച് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നമ്മളൊരു 4 ഇഞ്ച് വീതി അത്രയും മതി, അതിൽ കൂടരുത് കേട്ടോ. അതങ്ങനെ വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് പതിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പതിച്ചടിക്കുമ്പോഴേ ഇത് ഇങ്ങനെ മടക്കിയിട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. അതപ്പോൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഭാഗം അകത്തേക്ക് മടക്കിയിട്ട് അതിങ്ങനെ പകുതി ഇങ്ങനെ മടക്കിയിട്ട് കുറച്ച് ഭാഗം നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണം. എന്നിട്ട് ആ നടുക്ക് വശത്താണ് അടി വരേണ്ടത്. നല്ല തുണിയിൽ വരരുത് കേട്ടോ. ലൈനിങ് തുണിയിൽ ഇത്തിരി കയറിപ്പോയാലും കുഴപ്പമില്ല, നല്ല തുണിയിലേക്ക് അടിപ്പ് വരരുത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ച് പതിയെ ചെയ്യേണ്ട ഭാഗമാണ്. കഴുത്തിൻ്റെ ഫിനിഷിങ് ഭാഗം കാണുന്ന ഭാഗമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് വൃത്തിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നല്ലോണം ചെയ്യണം കേട്ടോ. നന്നായിട്ട് അടിച്ചാലേ ആ ഭാഗത്ത് കഴുത്ത് വൃത്തിയായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തുണികൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ബാക്കി നീണ്ടു നിൽക്കുമല്ലോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല തുണിയിലോട്ട് കത്രിക കയറി പിടിക്കരുത്, കട്ടായി പോകും. എനിക്ക് പണ്ടൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെ. അവസാനം അതിൻ്റെ ഹോളടക്കാൻ നിൽക്കണം പിന്നെ. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ, അത് കട്ട് ചെയ്യുമ്പോൾ ക്രോസ് പീസ്. ഇനി നമ്മൾ ഫ്രണ്ട് അളവ് മാർക്ക് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ ബാക്കിൽ നമ്മൾ മടക്കിയിടുമ്പോൾ 40-ൽ ഒരു ഭാഗം 10 ആയിട്ടിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ മുകളിൽ 10 മാർക്ക് ചെയ്തു. ഇനി താഴത്ത് നമ്മൾ എടുത്ത അളവ് ബാക്കിൽ നോക്കുക 8.25 ആ ഒരു ഭാഗം എടുത്തത്. കണ്ടോ, 8.25 നമ്മൾ മടക്കിയിട്ടിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ താഴെ നമ്മൾ ആ ഹുക്സ് പടിയുടെ ഈ അറ്റത്തു നിന്നാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 8.25 ഹുക്സ് പടിയുടെ അവിടെ അതും കൂടി ആഡ് ചെയ്യും. കണ്ടോ, 8.25 എടുത്തിട്ട് നമ്മളത് കണ്ടോ 10 മുകളിലും എടുത്ത് താഴെ 8.25 എടുത്ത് മാർക്ക് ചെയ്തു. ഇനി ഇപ്പറയും വശം മാർക്ക് ചെയ്യുമ്പോൾ താഴെ 8.25 എടുക്കണം. പക്ഷെ അത് എവിടെ നിന്നാന്ന് നോക്കി, ആ അയ്യിൻ്റെ പടിയുടെ അത് വിട്ടു. നമ്മൾ ഹുക്സ് പടിയിൽ അത് ആഡ് ചെയ്യും, അയ്പടിയിൽ ലൂപ്പ് പടിയിൽ അത് എടുക്കത്തില്ല കേട്ടോ, അത് വിടും. അത് വിട്ടിട്ടാണ് മേളിൽ 10ഉം താഴത്തെ 8.25 എടുത്തത്. ആ ഭാഗം കൂട്ടരുതേ 10 എടുക്കുമ്പോൾ അയ്പടിയിൽ. അതും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി വശം കൂടുതൽ ബാക്ക് വശം കാണുന്നുണ്ട്. അത് കാണുന്നതെന്ന് വെച്ചാലേ നമ്മൾ ഞാൻ കാണിക്കുന്ന ഭാഗം തള്ളി നിൽക്കുന്നത് അതിപ്പോൾ ഇനി കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ അയ്പടി ഹുക്ക് പടിയും വെക്കാനായിട്ട് 4 ഇഞ്ചും കൂടി എടുത്തായിരുന്നല്ലോ ഇത് അടിച്ചപ്പോൾ. അപ്പോൾ ആ കുറവാണ് ആ ഫ്രണ്ട് പീസിൽ കുറവ് വന്നത്. അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാൽ മതി. നമ്മളപ്പോൾ ഫ്രണ്ട് പീസിൽ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി ഇടണമായിരുന്നു. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം തയ്യൽ തുമ്പ് ഇത്രയും മതിയല്ലോ. നമുക്ക് അവിടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഒപ്പമാക്കി എടുക്കാം ബാക്കി വരുന്ന വശം. അത്രയും തയ്യൽ തുമ്പ് മതി. നമുക്കൊരു 4 അടിപ്പൊക്കെ കിട്ടിയാൽ പോരെ അപ്പുറത്തേക്ക്. അതിൽ കൂടുതൽ വണ്ണം വെക്കുവാണെങ്കിൽ ബ്ലൗസ് പിന്നെ മാറ്റണം. 4 അടിപ്പ് കിട്ടിയാൽ മതി. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ, വളരെ സിമ്പിളാണ്. പക്ഷെ അത് അടിക്കണതിന് മുമ്പട്ടെ കൈ നമ്മൾ അടിച്ചു വെക്കും കേട്ടോ. നമ്മൾ മറ്റേ രീതിയിൽ ചുറ്റിയൊക്കെ കൈ തയ്ക്കാൻ നിന്നാലേ നമുക്ക് എന്തെങ്കിലും ഓൾട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അണ്ടർആർമിൻ്റെ അവിടെ കൂട്ടണമെങ്കിൽ മൊത്തം കൈ അഴിച്ചൊക്കെ മാറ്റണം. അപ്പോൾ അങ്ങനെ മാറ്റാതിരിക്കാനുള്ള പണിയാണ് നമ്മളിപ്പം ഇങ്ങനെ കൈ തുറന്നിട്ട് അടിച്ചു കൊടുക്കും. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ അടിക്കുന്നത്. നമുക്ക് ഓൾട്രേഷനൊക്കെ വന്നാലും എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ കൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കുഴിച്ച് വന്നിരിക്കുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വരണം. അത്രയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുഴിച്ച് വെട്ടിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഫ്രണ്ടിൽ വരണം, മറ്റേ ഭാഗം ബാക്കിലേക്കും വരണം. അപ്പം ഞാൻ കൈ അടിച്ച നേരം താഴെ ഭാഗം മാത്രം വെച്ചുള്ളല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പതിച്ച് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൈ ഒന്ന് കണ്ടോ അടിച്ചെടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ, ചുറ്റിനും ഒന്ന് അടിച്ചെടുക്കുവാണ്. താഴെ ഭാഗമേ നമ്മൾ കൈ അടിച്ച് മാറ്റി വെച്ചുള്ളായിരുന്നു. അപ്പം ഞാനത് അയൺ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പം അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ കൈയിൻ്റെ കുഴിച്ച് വെട്ടിയിരിക്കുന്ന ഭാഗം, അപ്പം ഇതിൽ പഫൊന്നുമില്ല, സാധാരണ സ്ലീവാണ്. അപ്പം നമ്മൾ സെൻട്രൽ പോർഷൻ സ്ലീവിൻ്റെ ബ്ലൗസിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കണ്ടോ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അവിടെ ഒന്ന് അടിച്ചെടുക്കുവാണ്. സെൻറ്ററായിട്ട് വരണം കേട്ടോ, ആ ഭാഗം മാറിപ്പോകരുത്. അപ്പോൾ ഒരു വൃത്തിയില്ലായ്മ വരും തയ്ച്ച് കഴിയുമ്പോഴേക്കും. സെൻറ്ററും കൂടി കൈയിൻ്റെ സെൻറ്റർ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഭാഗം തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ കൈയും അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എളുപ്പമാണ്, നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അതിൽ കൂടി അറ്റം വരെ അങ്ങ് അടിച്ചു കൊടുക്കുക. 1 2 3 അടിപ്പ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഇപ്പുറവും വശവും നമ്മൾ. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഞാൻ ഫ്രണ്ടിലെ അളവ് ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ, ബാക്ക് വെച്ചിട്ടല്ലേ കട്ട് ചെയ്തത് നമ്മൾ. കണ്ടോ, ബാക്ക് അളവ് മാത്രം കിട്ടിയാൽ മതി, ബ്ലൗസ് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബ്ലൗസ് തയ്ക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. അപ്പം ഞാനത് തയ്ച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ബ്ലൗസ് നല്ല വൃത്തിയായിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ ഒരു ഏറ്റവും ബ്ലൗസിനെ വൃത്തിയാക്കുന്ന പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, അടുത്ത പണിയും കൂടി വൃത്തിയായാലേ ഉള്ളൂ ബ്ലൗസ് വൃത്തിയാകുള്ളൂ. ഹെമ്മിങ്, അതാണ് ഏറ്റവും വൃത്തിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ബാക്കിലുണ്ടല്ലോ, അതൊന്നും അവിടെ അടിച്ച് വെക്കരുത്. അടിച്ച് വെച്ചാൽ അതിൻ്റെ അടിപ്പ് പുറത്ത് കാണും. നമ്മളതൊക്കെ ഒന്ന് വൃത്തിക്ക് ഹെമ്മിങ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ നൂലൊക്കെ എടുത്തിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുവാണ്. അയ്യോ, ഇത് തയ്ക്കുന്ന സമയത്ത് നല്ല ചൂടാണേ, ഫാനും നമുക്ക് ഇടാൻ പറ്റില്ല, തുണിയൊക്കെ പറന്നു പോവും. അപ്പോൾ ഹെം ചെയ്യുമ്പോഴേ നെക്ക് പോർഷൻ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കണം. കണ്ടോ, ചുറ്റി പിടിച്ചിട്ട് സൂചി വട്ടം കൊടുക്കരുത് കേട്ടോ, ഒരു നീളത്തിൽ തന്നെ ഇങ്ങനെ പോകണം. അതിൻ്റെ കുത്ത് അടിഭാഗത്ത് എടുക്കുമ്പോൾ ഒറ്റ കുത്ത്, വലുതായിട്ട് നൂല് കാണരുത്, ചെറിയ പാടിൽ അങ്ങ് ഹെം ചെയ്യുക. ബ്ലൗസിനെ എപ്പോഴും വൃത്തിയാക്കുന്നത് ഈ ഹെമ്മിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ല നീറ്റായിട്ടും പെർഫെക്റ്റായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് നല്ല സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഇത്ര നേരം വയ്യാതെ തലകറങ്ങിയൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ എഴുന്നേറ്റിട്ടാണ് അതിന് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട്. നിങ്ങൾക്ക് ശബ്ദം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. എനിക്ക് വയ്യാതിരിക്കുന്ന സമയമായിരുന്നു ഇപ്പോഴും, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ആ ഹെമ്മിങ്ങും കഴിഞ്ഞിട്ട് ഒന്ന് വൃത്തിയായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അയണിങ് ഇപ്പോൾ ഇത് 2-3 പ്രാവശ്യം വന്നു. അതാണ് ബ്ലൗസിൻ്റെ എന്നല്ല, എന്ത് സ്റ്റിച്ച് ചെയ്താലും ഭംഗി എന്ന് പറയുന്നത് ഈ അയണിങ്ങിലാണ്. കണ്ടോ, ഇപ്പോൾ നമ്മൾ കണ്ടോ, കൈയൊക്കെ നല്ല പെർഫെക്റ്റ് ആയില്ലേ. നമ്മൾ ആ നടുക്ക അളവും കൂടിയൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ലൂസോ ടൈറ്റോ ഒക്കെ വരും. അപ്പോൾ 3 അളവെടുത്ത് വേണം ചെയ്യാനായിട്ട് കൈ വെട്ടുമ്പോഴേ. അപ്പോൾ ബ്ലൗസ് നമ്മൾ വെട്ടുകഷ്ണം കൊണ്ടൊരു ബ്ലൗസ് റെഡിയാക്കി. ഇതിപ്പോൾ ഞാൻ വെറുതെ കളയേണ്ട ഒരു തുണിയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെറുതെ വെട്ടുകഷ്ണം ഇതുപോലെ ഒരുപാട്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കുമ്പോഴേ ബാക്കി തുണി ഉണ്ടോയെന്ന് അവരോട് ചോദിക്കണം. ഇങ്ങനെ എന്തെങ്കിലും പീസൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വൃത്തിയായിട്ടൊരു ബ്ലൗസ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം.
അപ്പോൾ ഇനിയും ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇനിയും എനിക്കറിയാവുന്ന ഓരോ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് മറക്കാതെ ചെയ്തേക്കണം കേട്ടോ.